Hello guys, welcome to my channel. My name is Shara Tech Edge. സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന മോട്ടോയുടെ ഒരു ഫ്ലിപ്പിംഗ് ഫോൺ വരുന്നുണ്ട്. 20-ാം തീയതിയാണ് ലോഞ്ച് വെച്ചേക്കുന്നത്. Razer 50 Ultra. ചൈനയിൽ ഇറങ്ങി അത്യാവശ്യം നല്ല സ്പെക്സ് ആണ് കേട്ടിട്ട് നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം ഡീറ്റെയിൽഡ് ആയിട്ട്. വരുന്ന വെച്ചാൽ ഫ്രണ്ട് കവറിംഗ് ഫ്ലിപ്പിന്റെ ഫ്രണ്ട് ഡിസ്പ്ലേ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എഡ്ജ് ലെസ് ഡിസ്പ്ലേ ആണ്. ഫുൾ കവർ ഡിസ്പ്ലേ ആണ് വരുന്നത് ഫ്രണ്ടിൽ. ആ ഒരു ക്യാമറ പൊസിഷൻ പോലും കവർ ചെയ്തുകൊണ്ടാണ് വന്നേക്കുന്നത്. ക്യാമറ പൊസിഷൻ ഒഴിച്ച് ബാക്കി എല്ലാം കവർ ചെയ്ത് ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇത് മത്സരിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും സാംസങ്ങിന്റെ ഫ്ലിപ്പുമായിട്ട് മത്സരിക്കാൻ പോകുന്നത്. അത് 10-ാം തീയതി വരുന്നുണ്ട്, ഇത് 20-ാം തീയതി വരുന്നുള്ളൂ. പക്ഷെ നമുക്ക് സ്പെക്സ് എല്ലാം അറിയാം. 8s Gen 3 ആണ് വരാൻ പോകുന്നത്. മറ്റേത് 8 Gen 3 ആണ്. കുറച്ചുകൂടെ പെർഫോമൻസ് എനിക്കൊന്നും അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. നമ്മുടെ 8s Gen 3 ആയിരിക്കും വരാൻ പോകുന്നത്. ഇതൊരു 80 രൂപയ്ക്ക് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് നമുക്ക് നോക്കാം. 70-72 ആ റേറ്റിലേക്ക് 80-ന് താഴെ 70-ന് താഴെ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. സ്റ്റാർട്ടിങ് 8GB 256GB ആണ് വരാൻ പോകുന്നത്. പിന്നെ DDR5X RAM വരുന്നുണ്ട്. പിന്നെ UFS 4.0 ആണ് വരുന്നത്. USB 3.0 വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു 43 വാൾട്ടിന്റെ ചാർജറാണ് കൊടുത്തേക്കുന്നത്. 50 വാൾട്ടിന്റെ വയർലെസ് ചാർജ് വരുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ അകത്തുള്ള ഡിസ്പ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ഡിസ്പ്ലേ ആണ്. എഡ്ജ്ലെസ് ബെസൽസ് ഒക്കെ കുറഞ്ഞ ഒരു ഡിസ്പ്ലേ ആണ് വന്നേക്കുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറ 32 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. അവിടെ 4K 60 FPS എടുക്കാൻ സാധിക്കും. ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 4K 30 FPS ആണ് ഫ്രണ്ടിൽ പറ്റത്തുള്ളൂ, 60 വരത്തില്ല, 30 FPS വരത്തുള്ളൂ. റിയൽ ക്യാമറയിൽ 4K 60 FPS എടുക്കാൻ സാധിക്കും. റിയൽ വരുന്നത് 50 മെഗാ പിക്സലിന്റെ ഒരു മെയിൻ സെൻസറും 50 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ്, രണ്ട് നല്ല ക്യാമറസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് EAS OIS എല്ലാം വരുന്നുണ്ട്. നല്ല രീതിയിൽ കളർ ഗ്രേഡിങ് ചെയ്തിട്ടുണ്ട്. ക്യാമറ എക്സലന്റ് ആയിരിക്കും എനിക്ക് തോന്നുന്നു. അത്യാവശ്യം നല്ല ക്യാമറ. വീഡിയോഗ്രാഫിയിൽ ഇച്ചിരി പോരായ്മ വന്നാലും ഫോട്ടോഗ്രാഫിയിൽ ഇസ് പ്രെറ്റി ഗുഡ് ആയിരിക്കും. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണായിട്ടായിരിക്കും വരാൻ പോകുന്നത്. പക്ഷേ 8s Gen 3 ആണ് പ്രോസസ്സർ വരുന്നത്. നല്ല ഹലോ OS ആണ് വരാൻ പോകുന്നത്. അത്യാവശ്യം നല്ലൊരു OS ആണ്. 3 years ഓഫ് അപ്ഡേറ്റ്, 3 years ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, 4 years ഓഫ് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആയിരിക്കും. ഇങ്ങനെയായിരിക്കും വരാൻ പോകുന്നത്. ഒരു ആർട്സും കാണത്തില്ല. നല്ലൊരു ഫോൺ ആയിരിക്കും വരാൻ പോകുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. ഡോൾബി ആണ് ട്യൂൺ ചെയ്തേക്കുന്നത്. 3 കളേഴ്സിൽ വരുന്നുണ്ട്. ഒരു ഗ്രീന്, അങ്ങനെ കുറച്ച് ഗോൾഡൻ പോലത്തെ ഒരു റെഡ് കളർ വരുന്നുണ്ട്, പിങ്ക് പോലത്തെ ഒരു കളർ, പിന്നെ ഒരു കളറും ബ്ലൂ പോലത്തെ ഒരു കളറും വരുന്നത്. ഇങ്ങനെ 3 കളേഴ്സിലാണ് വരുന്നത്. ഫ്രണ്ട് കവർ ഡിസ്പ്ലേ തന്നെ അടിപൊളിയായിട്ട് വന്നു. പിന്നെ കുറെ നമുക്ക് 1000 ടൈംസ് ഒക്കെ മടക്കാവുന്ന രീതിയിലാണ് മോട്ടോ ക്ലെയിം ചെയ്യുന്നത്. പിന്നെ IPX8 ആണ് വരുന്നത്. ഒരു X8 അത്യാവശ്യം നല്ല വാട്ടർ പ്രൂഫ്, 68-ന്റെ തൊട്ട് വാട്ടർ പ്രൂഫ് അല്ല, ഒരു സ്പ്ലാഷ് ആൻഡ് കൂൾ റെസിസ്റ്റന്റ് ആണ്. ഒരു ഫ്ലിപ്പിംഗ് ഫോണാണ്, അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ ചെയ്തത്. പക്ഷെ സാംസങ് ഒക്കെ 68 ഒക്കെ തരുന്നുണ്ട്. ഇത് X8 ആണ് വരുന്നത്. സ്പ്ലാഷിന്റെക്കാളും കുറച്ചുകൂടെ വെള്ളത്തിൽ മൊത്തത്തിലിടാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ മൊത്തത്തിലിടാൻ പറ്റുമെന്ന് X8 വരുന്നത്. IPX8 എന്നാണ് വരുന്നത്. പിന്നെ ഗൂഗിളിന്റെ ജെമിനി ഒക്കെ വരുന്നുണ്ട്. പിന്നെ മോട്ടോയുടെ AI ഫീച്ചേഴ്സ് വരുന്നുണ്ട്. AI വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഡ്രസ്സിനനുസരിച്ചുള്ള വാൾപേപ്പേഴ്സ് ഒക്കെ നമുക്ക് അതിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മോട്ടോയുടെ ഹലോ OS വന്ന ആ ഒരു ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ കാണും. അത്യാവശ്യം നല്ലൊരു OS തന്നെ ആയിരിക്കും വരാൻ. OS തന്നെ ഹലോ OS, അതെല്ലാം കൂടെ പാക്ഡ് ആയിട്ട് വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഫോണായിട്ട് തോന്നുന്നു. പിന്നെ ഇത്രയൊക്കെ ഉള്ളു പറയാൻ. കാരണം ഇത് എനിക്ക് തോന്നുന്നു 72,000 റുപ്പീസിനായിരിക്കും വരാൻ പോകുന്നത്. 72 താഴെ ഒരു 75-65 ആ റേറ്റിലൊക്കെ 8GB 256GB വരാൻ പോകുന്നത്. എല്ലാം DDR5X RAM വരുന്നുണ്ട്. എല്ലാ സ്പെക്സ് എല്ലാം കേട്ടിട്ട് അത്യാവശ്യം നല്ലതാണ്. 20-ാം തീയതിയാണ് ലോഞ്ച്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. ഇത്രയൊക്കെ ഉള്ളു പറയാൻ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആരും എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.